ഹായ്, ഞാൻ സുബിൻ VR. കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ഷെയർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള പല ആളുകളും ഇൻട്രാഡേ ട്രേഡിംഗ്, അതായത് ഡേ ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഈ സെഗ്മെന്റുകളിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് പണം കൊണ്ട് കൂടുതൽ ലാഭം നേടാനായിട്ട് കഴിയുന്ന, പലപ്പോഴും കൂടുതൽ നഷ്ടത്തിൽ അവസാനിക്കുന്ന ഷെയർ മാർക്കറ്റിന്റെ സെഗ്മെന്റുകളാണ് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകം ടാക്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട GSTയുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുമ്പോൾ വളരെ ഹൈ വോളിയം ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ നടത്തുക. നിങ്ങൾ 50 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 1 കോടിയുടെ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട്. പലർക്കും NSEയിൽ നിന്നും അല്ലെങ്കിൽ ഷെയർ ബ്രോക്കറുടെ കയ്യിൽ നിന്നും ഡേ എൻഡിൽ SMS വരാറുണ്ട്. അപ്പോൾ ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ആണ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും സംശയമാണ്, ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. ഓഡിറ്റ് അപ്ലിക്കബിൾ ആണോ എന്നറിയുന്നതിന് മുൻപ് ഇൻകം ടാക്സിൽ ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ് നമ്മൾ പൊതുവെ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഇത്തരം ട്രാൻസാക്ഷൻസ് ഇൻകം ടാക്സിന്റെ ആംഗിളിൽ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഡെലിവറി എടുത്തുകൊണ്ട് ചെയ്യുന്ന സിങ് ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈമിൽ ചെയ്യുന്ന ട്രേഡുകൾ, അത് മറ്റൊരു കാറ്റഗറി, ഷോർട്ട് ടൈം ലോങ് ടൈം എന്നുള്ളൊരു കാറ്റഗറിയിലാണ് അത് ടാക്സ് ചെയ്യുന്നത്. അതിന് ഷോർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ 15%, ലോങ് ടൈം ആണെന്നുണ്ടെങ്കിൽ 10% ആണ് അതിന് ടാക്സ് റേറ്റ് വരുന്നത്. പക്ഷേ ഇൻട്രാഡേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രാൻസാക്ഷൻസുകൾ ഇൻകം ടാക്സിന്റെ ആംഗിളിൽ ഒരു ബിസിനസ് ഇൻകം എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഇത് ടാക്സ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇൻട്രാഡേ ട്രാൻസാക്ഷൻസ്, അതായത് ഡേ ട്രേഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം, ഊഹ കച്ചവടം എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡേ ട്രേഡിംഗിൽ നിന്നും ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ നഷ്ടത്തിനെ ഈ കാറ്റഗറിയിലുള്ള വരുമാനങ്ങളുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 ബ്രോക്കർ ഉണ്ട് എന്ന് കരുതുക. നിങ്ങൾ സെറോദയിൽ നിങ്ങൾക്ക് 3 lakhs rupees ലോസ് ആണ് ഇൻട്രാഡേ ട്രേഡിംഗിൽ. അപ്പോൾ അവിടെ അത് കാണിക്കുക, നിങ്ങളുടെ സ്പെക്കുലേറ്റീവ് ലോസ് 3 lakhs എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു ബ്രോക്കർ ഉണ്ട്, നിങ്ങളുടെ അപ്സ്റ്റോക്ക് ആണ് മറ്റൊരു ബ്രോക്കർ. അവിടെ നിങ്ങൾക്ക് 2 lakhs rupees ഇൻകം ആണ്, സ്പെക്കുലേറ്റീവ് ഇൻകം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പെക്കുലേറ്റീവ് ഇൻകം അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ലോസ് കറണ്ട് ഇയർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ -3 lakhs + 2 lakhs, അപ്പോൾ നിങ്ങളുടെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് 1 lakh ആണ് അവിടെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിൽ ഇൻട്രാഡേ ചെയ്യുന്നതിലുള്ള നെറ്റ് റിസൾട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് നിങ്ങൾക്ക് 1 lakh rupees ലോസ് ഉണ്ട്. ഈ ബാലൻസ് വരുന്ന 1 lakh rupees ലോസ്, സ്പെക്കുലേറ്റീവ് ലോസ് നിങ്ങൾക്ക് അടുത്ത 4 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും, കൃത്യസമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുകയാണെങ്കിൽ. ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ സ്പെക്കുലേറ്റീവ് ലോസ്, നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സ്പെക്കുലേറ്റീവ് ലോസ് നിങ്ങൾക്ക് ഭാവിയിൽ ഏതെങ്കിലും വർഷങ്ങളിൽ, അടുത്ത 4 വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്പെക്കുലേറ്റീവ് ഇൻകത്തിന് അഗേൻസ്റ്റ്, നിങ്ങൾക്ക് അടുത്ത വർഷം സ്പെക്കുലേറ്റീവ് ഇൻകം വന്നു, നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ഇൻകം വന്നു, 1 lakh rupees നിങ്ങൾക്ക് ഇൻകം വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഓൾറെഡി 1 lakh rupees ലോസ് ക്യാരി ഫോർവേഡ് ഉണ്ട്, അതിന് അഗേൻസ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇൻട്രാഡേ ലോസുകൾ നിങ്ങൾക്ക് ഇതിന് സ്പെക്കുലേറ്റീവ് ഇൻകം അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ലോസ് എന്ന കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇതിന് അഗേൻസ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഇത്തരം ഇൻകങ്ങൾ മാത്രം, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസിലുള്ള വരുമാനങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് ബിസിനസിന്റെ ലോസ് അല്ലെങ്കിൽ ഇൻകം എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇൻകത്തിനെ ഒരു ബിസിനസ് ഇൻകം ആയിട്ടാണ് ഇൻകം ടാക്സിന്റെ ആംഗിളിൽ കാണുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. ആ ഷോപ്പിൽ നിന്ന് അദ്ദേഹത്തിന് 4 ലക്ഷം രൂപ വരുമാനമുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പ് നടത്തുന്ന ആള് എങ്ങനെയാണോ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നടത്തുന്ന ആൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അതായത് ഷോപ്പ് നടത്തുന്ന ആൾക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്യണം, ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകളും ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രാൻസാക്ഷൻസിന്റെ ഒരു ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സിന്റെ ആംഗിളിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് ബിസിനസ്സുകാർ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ആയിട്ടുള്ള ITR 3 എന്നുള്ളൊരു ഫോമാണ് യൂസ് ചെയ്യേണ്ടത്.
നമുക്ക് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇൻട്രാഡേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രാൻസാക്ഷൻസിന്റെ ടേൺ ഓവർ എങ്ങനെയാണ് ഇൻകം ടാക്സ് ഫയലിംഗ് പർപ്പസിനായിട്ട് എങ്ങനെയാണ് ഈ ടേൺ ഓവർ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേ നിങ്ങൾ 10 lakhs rupeesന് ഒരു ഷെയർ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ 10,50,000 rupeesന് നിങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് 50,000 രൂപയാണ് ലാഭം വരുന്നത്. അപ്പോൾ മറ്റെല്ലാ ബിസിനസ്സിലും നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുക 10,50,000 rupeesന്റെ ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10,50,000 ആണ് നിങ്ങളുടെ ടേൺ ഓവർ എന്ന് മറ്റെല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഫ്യൂച്ചേഴ്സിലും അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗിലും ഇതിന്റെ നെറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള 50,000 ആണ് നമുക്കിവിടെ നെറ്റ് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ നെറ്റ് ഡിഫറൻസ് ആയിട്ടുള്ള 50,000 രൂപയാണ് നമ്മളിവിടെ ടേൺ ഓവർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് അടുത്ത ട്രേഡ് 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ബൈ ചെയ്തു, പക്ഷേ 9,50,000 നിങ്ങൾ സെൽ ചെയ്യുന്നത് എന്ന് കരുതുക. അവിടെ 50,000 rupees ലോസ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ടേൺ ഓവർ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങളുടെ പ്ലസ് ഓർ മൈനസ് കളഞ്ഞിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ എന്നാണ് പറയുക. അപ്പോൾ ഈ അബ്സല്യൂട്ട് വാല്യൂ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിലും അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗിലും ടേൺ ഓവർ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1 lakh rupee ആണ്. കാരണം 50,000 rupees പ്രോഫിറ്റ് പ്ലസ് 50,000 rupees ലോസ്. അപ്പോൾ 1 lakh rupees ആണ് നിങ്ങളുടെ ടേൺ ഓവർ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് 0 ആണ്. ഈ മെത്തേഡാണ് ഇൻട്രാഡേ ട്രേഡിംഗിലും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിലും ഈ ഒരു മെത്തേഡാണ് സാധാരണ ഇൻകം ടാക്സ് പർപ്പസിനായിട്ട് ടേൺ ഓവർ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഓപ്ഷൻസ് ട്രേഡിംഗിലെ ടേൺ ഓവർ? ഓപ്ഷൻസ് ട്രേഡിംഗിൽ ഒരു വ്യത്യാസമുള്ളത് ഇതേപോലെ തന്നെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പ്രോഫിറ്റ് ഓർ ലോസ് ഫിഗേഴ്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ കൺസിഡർ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻ പ്രീമിയം റിസീവ്ഡ് പ്ലസ് ഓപ്ഷൻ പ്രീമിയം റിസീവ്ഡ് കൂടി നിങ്ങളുടെ ടേൺ ഓവറിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്യുന്ന ആളുകളുടെ P&L എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെറോദ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സൽ ഫോർമാറ്റ് നിങ്ങൾക്ക് ടാക്സ് P&L എന്ന് പറഞ്ഞിട്ട് ഒരു എക്സൽ ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലെ പ്രോഫിറ്റ് ഓർ ലോസ് ഫിഗേഴ്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ നിങ്ങൾ കൺസിഡർ ചെയ്യുക പ്ലസ് നിങ്ങളുടെ ഓപ്ഷൻ പ്രീമിയം, അതായത് നിങ്ങളുടെ സെൽ ക്വാണ്ടിറ്റി ഇൻറ്റു സെൽ വാല്യൂ. നിങ്ങൾ സെൽ ചെയ്തപ്പോൾ കിട്ടിയ പൈസ. പലപ്പോഴും ഓപ്ഷൻസ് ചിലപ്പോൾ വർത്ത്ലെസ് ആയിട്ട് അവസാനിക്കാറുണ്ട്. ആ സിറ്റുവേഷനിൽ 0 ആണ് ഓപ്ഷൻ പ്രീമിയം റിസീവ്ഡ്. അല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓപ്ഷൻ പ്രീമിയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ അബ്സല്യൂട്ട് വാല്യൂവിന്റെ കൂടെ ഓപ്ഷൻസ് പ്രീമിയം കൂടി ലഭിച്ചത് ഓപ്ഷൻസിന്റെ ടേൺ ഓവർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്ലസ് ഓപ്ഷൻ പ്രീമിയം റിസീവ്ഡ്. അതാണ് ഓപ്ഷൻസ് ട്രേഡിംഗിലെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ അടുത്ത ചോദ്യം ടാക്സ് ഓഡിറ്റ് വേണോ എന്നുള്ളതാണ്. ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻകം ടാക്സിന്റെ പുതിയ അമെന്റ്മെന്റ് പ്രകാരം ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ റിസീപ്റ്റ്സുകളുടെ 5% താഴെയുള്ള തുക മാത്രമാണ് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 95% ഓഫ് ട്രാൻസാക്ഷൻസ് ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ കൂടിയും അതല്ല അക്കൗണ്ട് പേ ചെക്ക് ട്രാൻസാക്ഷനിൽ കൂടിയാണ് നടക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പെൻസുകൾ മോർ ദാൻ 95% ഓഫ് എക്സ്പെൻസസും ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ കൂടിയാണ്, അതല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് പേ ട്രാൻസാക്ഷനിൽ കൂടിയാണ് നടക്കുന്നത്. 5% താഴെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ്, ചെലവുകൾ മാത്രമാണ് ക്യാഷ് ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ടേൺ ഓവർ 10 കോടി വരെയുള്ള ടേൺ ഓവറിന് ഓഡിറ്റ് നിർബന്ധമില്ല, ടാക്സ് ഓഡിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളുടെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെയുള്ള ടേൺ ഓവർ 10 കോടി രൂപ കടന്നാൽ മാത്രമാണ് ഒരു ഓഡിറ്റ് എന്നുള്ള ഒരു കമ്പൽസറി ഓഡിറ്റ് എന്നുള്ള ഒരു ആംഗിളിൽ വരുന്നുള്ളൂ, ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ സാധാരണ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളുടെ ടേൺ ഓവർ എന്ന് നമ്മൾ മുൻപ് പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരമുള്ള ടേൺ ഓവർ ആണ്, അല്ലാതെ നിങ്ങളുടെ ടോട്ടൽ സെയിൽ വാല്യൂ അല്ല ടേൺ ഓവർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ മുൻപ് പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരമുള്ള ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ ടേൺ ഓവർ അല്ലെങ്കിൽ ഓപ്ഷൻസിന്റെ ടേൺ ഓവർ അത് 10 crore rupees കടന്നാൽ മാത്രമാണ് ടാക്സ് ഓഡിറ്റ് വരേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ്. നിങ്ങളൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ഓതറൈസ്ഡ് ബ്രോക്കർ വഴിയാണ് നിങ്ങൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ 10 കോടി രൂപ വരെയുള്ള ഇത്തരം ട്രാൻസാക്ഷൻസിന് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഓഡിറ്റിന്റെ ആവശ്യമില്ല എങ്കിൽ പോലും വളരെ കരുതലോടെ ചെയ്യേണ്ട ഇൻകം ടാക്സ് റിട്ടേൺ ആണ് ITR 3 എന്നുള്ളത്. കാരണം ഒരു ബിസിനസിന്റെ ഒരു ബാലൻസ് ഷീറ്റ് P&L ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾക്ക് ITR 3 ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു എക്സ്പെർട്ടൈസ് ഇല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളെ തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്,
നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ടേൺ ഓവർ ലിമിറ്റ് ആണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാറുണ്ട്. പല ആളുകൾക്കും SMS വരാറുണ്ട്, നിങ്ങളുടെ പാൻ ഫ്ലാഗ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് SMS വരാറുണ്ട്. പക്ഷെ അവിടെ ഇൻകം ടാക്സുകാർ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ മുൻപ് പറഞ്ഞ ടേൺ ഓവർ അല്ല കൺസിഡർ ചെയ്യുന്നത്, നിങ്ങളുടെ സെയിൽ വാല്യൂ അല്ലെങ്കിൽ പർച്ചേസ് വാല്യൂന്റെ ടോട്ടൽ തന്നെയാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ 10,50,000 രൂപയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 10,50,000 എന്ന് തന്നെയാണ് അവിടെ ആ റിപ്പോർട്ടിംഗ് പർപ്പസിന്, നിങ്ങൾക്ക് ഒരു നോട്ടീസ് അയക്കുന്ന പർപ്പസിനുമായിട്ട് ഇൻകം ടാക്സുകാർ കൺസിഡർ ചെയ്യുന്നത് അവിടുത്തെ സെയിൽ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഒരു നോട്ടീസിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് ഒരു നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരാഴ്ചയിലെ അല്ലെങ്കിൽ ഒരു മാസത്തെ ടേൺ ഓവർ കൂട്ടിയാൽ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ 10 കോടിയോ 20 കോടിയോ ഒക്കെ കടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസിന്റെ ഫ്ലാഗ് വരാനായിട്ട് വളരെയേറെ സാധ്യത ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളൊരു പോർഷൻ കൺസിഡർ ചെയ്യാതെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട GSTയുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.